മക്കളെ, ടീച്ചർ ഇന്നേ ഒരു കുഞ്ഞു കളിയായിട്ടാണ് വന്നത്. നമുക്ക് കളി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം എൻ്റെ മക്കളെല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്നേ. എല്ലാവരും നിന്നോ? ടീച്ചറെ കൂടെന്ന് പറയും. അപ്പം എൻ്റെ കുഞ്ഞു മക്കളെല്ലാവരും രണ്ട് കൈയും ദാ ഇങ്ങനെ വെക്കണം. എങ്ങനെ വെക്കുക? രണ്ട് കൈയും ഇങ്ങനെ വെക്കണം. ഇനി ടീച്ചർ പക്ഷി എന്ന് പറയുമ്പോഴോ എങ്ങനെ വെക്കും? ദാ ഇങ്ങനെ വെക്കും. അപ്പോൾ പക്ഷി പറയുമ്പോൾ എല്ലാവരും ഇങ്ങനെ വെക്കും. വെക്കില്ലേ? അപ്പോൾ ടീച്ചർ പറയട്ടെ. കൂട്. ആ, എല്ലാവരും വെച്ചല്ലോ. പക്ഷി. ആ, എല്ലാവരും വെച്ചല്ലേ. പക്ഷി. ആ, എല്ലാവർക്കും കളി മനസ്സിലായല്ലോ. ഇനി ടീച്ചർ പറയുന്നത് നല്ലോണം ശ്രദ്ധിക്കണേ. ശ്രദ്ധിക്കില്ലേ? പക്ഷി. പക്ഷി അങ്ങനെയാണോ? പക്ഷി ഇതല്ലേ? ടീച്ചർ പറയട്ടെ. കൂട്. ടീച്ചർ പറയുന്നത് ശ്രദ്ധിക്കണ്ടേ? ടീച്ചർ ഇപ്പോ പക്ഷി എന്നാണോ പറഞ്ഞത്? എന്നാ ഒന്നുകൂടി പറയട്ടെ. കൂട്. ആ, ഇപ്പോ കുറച്ച് പേരെ മാറിപ്പോയുള്ളൂ. ദാ ഒന്നുകൂടി നല്ലോണം ശ്രദ്ധിച്ചേ. പക്ഷി. ആ, ഇപ്പൊ എല്ലാവരും ശരിയായി. ഇനി പറയട്ടെ. പക്ഷി. ആ, ഇപ്പോഴെല്ലാവരും ശരിയായല്ലോ. അപ്പോ ടീച്ചർ പറയുന്നത് മക്കള് ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? എന്നാ ഒരു പ്രാവശ്യം കൂടി. കൂട്. ഇപ്പൊ ടീച്ചർ മാത്രമേ മാറിപ്പോയുള്ളൂ അല്ലേ? എൻ്റെ മക്കളെല്ലാവരും ശരിയായി ചെയ്തല്ലോ. മക്കളെ, എല്ലാവർക്കും കളി ഇഷ്ടമായോ? ദാ നിങ്ങളുടെ കൂട്ടുകാരുടെ കൂടെയും വീട്ടുകാരുടെ കൂടെയും ഈ കളി കളിച്ചു നോക്കണേ. മക്കളെ, നമ്മൾ മുമ്പ് ജീവികളെയും അവയുടെ കൂടുകളെയും പരിചയപ്പെട്ടിരുന്നില്ലേ? പിന്നെ നമ്മളെ കൂടിൻ്റെ ഒരു പാട്ട് പഠിച്ചിരുന്നല്ലോ. ആ, നമ്മുടെ ജെസി ടീച്ചർ പാടി തന്നെ. ആ പാട്ട് നമുക്ക് ഒന്നുകൂടി കേൾക്കാം. കൂടുകൂട്ടി താമസിച്ചിടും കൂട്ടരുടെ കൂടതൊന്നു നോക്കി വരാമോ? കൂടുകൂട്ടി താമസിച്ചിടും കൂട്ടരുടെ കൂടതൊന്നു നോക്കി വരാമോ? മാടപ്രാവു തത്തമൈനയും കൂട്ടും കൂടതൊന്നു നോക്കി വരാമോ? മാടപ്രാവു തത്തമൈനയും കൂട്ടും കൂടതൊന്നു നോക്കി വരാമോ? കാക്കയുടെ കൂടു നോക്കാമോ? തൂക്കണം കുരുവിയുടെ കൂടു നോക്കാമോ? കാക്കയുടെ കൂടു നോക്കാമോ? തൂക്കണം കുരുവിയുടെ കൂടു നോക്കാമോ? എട്ടുകാലി കൂടു നോക്കാമോ? മുട്ടയിടും പക്ഷിയുടെ കൂടു നോക്കാമോ? എട്ടുകാലി കൂടു നോക്കാമോ? മുട്ടയിടും പക്ഷിയുടെ കൂടു നോക്കാമോ? കട്ടുറുമ്പിൻ കൂടു നോക്കാമോ? പിന്നെ നെയ്യുറുമ്പിൻ കൂടു നോക്കാമോ? കട്ടുറുമ്പിൻ കൂടു നോക്കാമോ?
പിന്നെ നെയ്യുറുമ്പിൻ കൂടു നോക്കാമോ? എത്ര തരം കൂട് കണ്ടിടാം, അയ്യയ്യ എന്തു രസം കൂട് കണ്ടിടാൻ. എത്ര തരം കൂട് കണ്ടിടാം, അയ്യയ്യ എന്തു രസം കൂട് കണ്ടിടാൻ. ഇനി ടീച്ചറെ ഒരു കഥ പറയാൻ പോവാ. ഏത് കഥയാണെന്നറിയാമോ? നമ്മുടെ പക്ഷികളെല്ലാവരും ചേർന്ന് ഒരു മത്സരം നടത്തിയതിൻ്റെ കഥ. എന്ത് മത്സരമായിരിക്കും അവർ നടത്തിയത്? ആ, ഓട്ട മത്സരോ? മിഠായി പെറുക്കലോ? എന്നാലേ അതൊന്നുമല്ല. അവർ നടത്തിയത് പാട്ട് മത്സരമായിരുന്നു. പാട്ട് മത്സരത്തിൽ ആരൊക്കെ ആയിരിക്കും പങ്കെടുത്തിട്ടുണ്ടാവുക? ആ, കാക്ക പങ്കെടുത്തിട്ടുണ്ടാവും, പിന്നെ മൈന പങ്കെടുത്തിട്ടുണ്ടാവും, ആ കുയില് പങ്കെടുത്തിട്ടുണ്ടാവും, പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരാൾ കൂടി പങ്കെടുത്തിട്ടുണ്ട്. ആരാ? ആ, നമ്മുടെ കുഞ്ഞിക്കോഴി. ആ, അങ്ങനെ അവർ പാട്ട് മത്സരം ആരംഭിക്കാൻ പോവുകയാണേ. മയിലമ്മ മൈക്കിലൂടെ കുഞ്ഞിക്കോഴിയുടെ പേര് വിളിച്ചു. കുഞ്ഞിക്കോഴി ഇതാ പാട്ട് പാടാൻ മൈക്കിൻ്റെ അടുത്തെത്തി. മെല്ലെ പാട്ട് പാടാൻ തുടങ്ങി. അപ്പോഴതാ ഒരു ശബ്ദം. എന്തായിരിക്കും ശബ്ദം? ആ, ഒരു പരുന്തിൻ്റെ ചിറകടി ശബ്ദം. എങ്ങനെ? പാട 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 പാട. എങ്ങനെയാ? ഒന്ന് പറഞ്ഞേ. പാട 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 പാട. ആ, കുഞ്ഞിക്കോഴി പേടിച്ചു വിറച്ചു. ഓടിക്കോ പരുന്ത്, കാക്കമ്മ വിളിച്ചു പറഞ്ഞു. അപ്പോഴേ തള്ളക്കോഴി ഓടി വന്നു. കുഞ്ഞിക്കോഴി ചിറകിനടിയിൽ ഒളിച്ചു. തള്ളക്കോഴി പറയാണേ, പേടിക്കേണ്ട, വരൂ വീട്ടിൽ പോകാം. മക്കളെ, എന്ത് ശബ്ദത്തോടെയാണ് പരുന്ത് വന്നത്? ആ, പട 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 പരുന്ത് വന്നു. പരുന്ത് വന്നപ്പോ പേടിച്ചു വിറച്ച കുഞ്ഞിക്കോഴി എന്തു ചെയ്തു? ആ, കുഞ്ഞിക്കോഴി ഒളിച്ചു. കുഞ്ഞിക്കോഴി എവിടെയാ ഒളിച്ചത്? അമ്മയുടെ ചിറകില്. ആ, എല്ലാവരും പറഞ്ഞല്ലോ. ഇനി അമ്മ എന്തായിരുന്നു പറഞ്ഞത്? വീട്ടിൽ പോകാം. ഇനി നമുക്കിതൊന്ന് വായിച്ചു നോക്കാം. പട 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 പരുന്ത് വന്നു, കുഞ്ഞിക്കോഴി ഒളിച്ചു അമ്മയുടെ ചിറകിൽ. വീട്ടിൽ പോകാം, അമ്മ പറഞ്ഞു. നമുക്ക് ഒന്നുകൂടി വായിക്കാം. പട 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 പരുന്ത് വന്നു, കുഞ്ഞിക്കോഴി ഒളിച്ചു അമ്മയുടെ ചിറകിൽ. വീട്ടിൽ പോകാം, അമ്മ പറഞ്ഞു. വീട്ടിലെത്തിയപ്പോഴാണ് കുഞ്ഞിക്കോഴിക്ക് പേടി മാറിയത്. മക്കളെ, കുഞ്ഞിക്കോഴിക്ക് വീടില്ലായിരുന്നെങ്കിൽ എന്താ പറ്റുക? ആ, കുറുക്കം പിടിക്കും, കാക്ക കൊത്തു, മഴ കൊള്ളും, ആ വെയിലും കൊള്ളും. അപ്പോ കുഞ്ഞിക്കോഴിക്ക് വീടില്ലായിരുന്നെങ്കിൽ ഇങ്ങനെയൊക്കെ പറ്റുമല്ലേ? നമ്മുടെ താരയ്ക്ക് വീടുണ്ടല്ലോ. താരയ്ക്ക് നല്ലൊരു വീടുണ്ട്. വീടുള്ളത് കൊണ്ട് എന്തൊക്കെ പ്രയോജനങ്ങളാണുള്ളത്? നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. വീടുണ്ടായാൽ ഒരുമിച്ച് താമസിക്കാം. പിന്നെയോ, ആ മഴയും വെയിലും ഏൽക്കാതെ താമസിക്കാം. പിന്നെയോ, രാത്രിയിൽ പേടിക്കാതെ കിടന്നുറങ്ങാം. പിന്നെ സാധനങ്ങളൊക്കെ സൂക്ഷിച്ചു വയ്ക്കാം. പിന്നെ കള്ളന്മാരെ പേടിക്കാതിരിക്കാം.
പിന്നെയോ നമുക്ക് എല്ലാവർക്കും വീട്ടിലിരുന്ന് പഠിക്കാം. അപ്പോൾ താരയ്ക്കും വീടുണ്ട്, കുഞ്ഞിക്കോഴിക്കും വീടുണ്ട്. വീടുണ്ടായുള്ള ഗുണങ്ങൾ നമ്മളിപ്പോൾ കണ്ടില്ലേ? ആ അമ്മ കോഴിയല്ലേ പാട്ട് പാടുന്നത്, നിങ്ങൾ കേൾക്കുന്നില്ലേ? എന്നാ വേഗം വാ, നമുക്കും കൂടെ പാടാലോ. കൊക്കര കൊക്കര കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ, വീടുണ്ടായത് നന്നായി, വീടുണ്ടായത് നന്നായി. കൊക്കര കൊക്കര കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ, വെയിലേൽക്കാതെ മഴയേൽക്കാതെ പേടിക്കാതെ കഴിഞ്ഞിടാം. കൊക്കര കൊക്കര കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ, വീടുണ്ടായത് നന്നായി, വീടുണ്ടായത് നന്നായി. ദാ ഇനി എൻ്റെ മക്കളെ ടീച്ചർ പാടുമ്പോൾ കൂടെ പാടില്ലേ? എന്നാ നമുക്ക് പാടി നോക്കാം. കൊക്കര കൊക്കര കൊക്കരക്കോ, പാടുന്നുണ്ടോ? കൊക്കര കൊക്കര കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ, ഒന്നുറക്കെ പാടിയേ. കൊക്കര കൊക്കര കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ, വീടുണ്ടായത് നന്നായി, വീടുണ്ടായത് നന്നായി, വീടുണ്ടായത് നന്നായി. പാടുന്നുണ്ടോ? കൊക്കര കൊക്കര കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ. ആ പാടിയോ എല്ലാവരും? വെയിലേൽക്കാതെ മഴയേൽക്കാതെ പേടിക്കാതെ കഴിഞ്ഞിടാം, വെയിലേൽക്കാതെ മഴയേൽക്കാതെ പേടിക്കാതെ കഴിഞ്ഞിടാം. കൊക്കര കൊക്കര കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ, വെയിലേൽക്കാതെ മഴയേൽക്കാതെ പേടിക്കാതെ കഴിഞ്ഞിടാം. കൊക്കര കൊക്കര കൊക്കരക്കോ, കൊക്കര കൊക്കരക്കോ, വീടുണ്ടായത് നന്നായി, വീടുണ്ടായത് നന്നായി. മക്കളെ, ഇനി നമുക്ക് വീടുണ്ടാക്കി നോക്കാം. കടലാസ് കുഴൽ പോലെ മടക്കി വെച്ച് അതുകൊണ്ട് വീടുണ്ടാക്കാം. ടീച്ചർ ഉണ്ടാക്കട്ടെ? നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കില്ലേ? വീടുണ്ടാക്കാൻ ടീച്ചർ ആദ്യം ദാ നിറമുള്ള കടലാസ് ഇതുപോലെ എടുത്തു, പിന്നെ ഒരു ഈർക്കിലും എടുത്തു. എന്നിട്ടേ ദാ ഈർക്കില് ഇങ്ങനെ വെച്ചിട്ട് ഈ ഭാഗത്തുനിന്ന് ഇങ്ങനെ മടക്കാൻ തുടങ്ങി. എല്ലാരും കാണുന്നില്ലേ? ഇനി ടീച്ചറെ ഈ ഈർക്കില് മാറ്റി, എന്നിട്ട് ഇതാ മെല്ലെ ഇതുപോലെ മുഴുവനായും മടക്കിയെടുത്തു. എല്ലാ മക്കളും കണ്ടില്ലേ? ഇനി നമുക്ക് ഇവിടെ ഇല്ലേ ഇത്തിരി പശയാക്കിയിട്ട് ഒട്ടിച്ചു വെക്കാം. ദാ ഈ ഭാഗത്ത് മാത്രം പശ വെച്ച് ഒട്ടിച്ചു. ദാ ഇങ്ങനെ കുഴൽ പോലെ കിട്ടിയില്ലേ? ടീച്ചർ ഇവിടെ പല വലിപ്പത്തിലുള്ള കുഴൽ പോലെ പേപ്പർ മടക്കിയെടുത്തു. ഇനി നമുക്ക് വീടുണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കുക. ആദ്യം നമുക്ക് വീടിന് എന്താ വേണ്ടത്? തറ വേണം. തറ വെക്കട്ടെ? ദാ തറ വെക്കുകയാണേ ടീച്ചർ. ടീച്ചർ ചെറുതും വലുതും എടുത്തിട്ടുണ്ടേ തറ വെക്കാൻ. ഇപ്പൊ നമ്മുടെ വീടിന്റെ തറയായി. ഇനി എന്താ വേണ്ടത്? ചുമര് വേണം. ദാ ടീച്ചറ് കുഴലെടുത്തു. ഇനി വെക്കട്ടെ?
ടീച്ചറെ, കടലാസ് കുഴൽ എവിടെയാ വെച്ചതെന്ന് കണ്ടില്ലേ? ഇനി നമുക്ക് എന്താ വേണ്ടത്? മേൽക്കൂര വേണം. മേൽക്കൂര വെക്കാം. ഇപ്പൊ നമ്മുടെ വീടിന് തറയായി, ചുമരായി, മേൽക്കൂരയായി. ഇനി എന്താ വേണ്ടത്? വാതില് വേണം. വാതില് വെക്കട്ടെ. ഇപ്പോ വാതിലായി. ഇനിയോ ജനല് വേണ്ടേ? ടീച്ചറ് ജനല് വെക്കട്ടെ. ദാ നമ്മള് വീടുണ്ടാക്കിയല്ലോ. ഇതുപോലത്തെ വീട് നിങ്ങൾ ഉണ്ടാക്കി നോക്കില്ലേ? കുഞ്ഞിക്കോഴി എവിടെ? താര അന്വേഷിക്കാൻ തുടങ്ങി. നീ എന്താ പകലിങ്ങനെ കൂട്ടിലിരിക്കണത്? താര കുഞ്ഞിക്കോഴിയോട് ചോദിച്ചു. അതോ ഞാൻ ആ പരുന്തിനെ കണ്ട് പേടിച്ചിട്ടാ കൂട്ട് തന്നെ ഇരുന്നത്. അല്ല താരേ, എന്റെ വീട് പോലെ തന്നെയാണോ നിന്റെ വീട്? കുഞ്ഞിക്കോഴി ചോദിച്ചു. അപ്പൊ താര പറയാണേ, നീ ഒരു കാര്യം ചെയ്, എന്റെ വീട്ടിൽ വന്നു നോക്കൂ. അങ്ങനെ കുഞ്ഞിക്കോഴി മെല്ലെ താരയുടെ വീടിനകത്തേക്ക് കയറി. താരയുടെ വീട്ടിലെത്തിയ കുഞ്ഞിക്കോഴി എന്തൊക്കെയാണ് കണ്ടത്? കുഞ്ഞിക്കോഴി വരാന്ത കണ്ടു. വരാന്തയിൽ നിന്നും വലിയൊരു മുറി കണ്ടു. അവിടുന്ന് കുഞ്ഞിക്കോഴി പോയത് കിടപ്പ് മുറിയിലാണ്. പിന്നെ കുഞ്ഞിക്കോഴി പോയത് അടുക്കളയിലേക്കാ. അടുക്കളയിലെ അവൾ കുറേ ഉപകരണങ്ങൾ കണ്ടു. ടീച്ചർ ചോദിച്ചപ്പോൾ അവൾ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. എന്താ പറഞ്ഞതെന്ന് ടീച്ചർ നിങ്ങളോട് പറയട്ടെ. അവൾ കണ്ടത് എന്തായിരിക്കും നിങ്ങൾ പറഞ്ഞു തരില്ലേ? സ്വിച്ച് ഇട്ടാൽ കരയും, കറ 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 കരയും, കരയും നേരം തിരിയും, തിരിയും നേരം അരയും. കുഞ്ഞിക്കോഴി എന്തായിരിക്കും കണ്ടത്? ഒന്ന് പറഞ്ഞേ. മിക്സി. എല്ലാവരും പറഞ്ഞു തന്നല്ലോ ടീച്ചർക്ക്. ഇനിയേ കുഞ്ഞിക്കോഴി വേറെന്തോ കണ്ടിട്ടുണ്ട്. എന്താണെന്ന് പറഞ്ഞു തരട്ടെ. ടീച്ചറെ നിങ്ങൾ സഹായിക്കില്ലേ? കണ്ടാൽ നല്ലൊരു അലമാര, ഉള്ളു തുറന്നാൽ തണുപ്പയ്യോ. എന്താണെന്ന് പറയാമോ? എല്ലാവർക്കും
കിട്ടിയോ? എന്നാ വേഗം പറഞ്ഞു തന്നേ. ആ, ഫ്രിഡ്ജ്. ഇനിയും കുറേ ഉപകരണങ്ങൾ കുഞ്ഞിക്കോഴി പറഞ്ഞു. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആ, എന്താ ഇത്? അരിഞ്ഞ് കഷ്ണങ്ങളാക്കാൻ ഉപയോഗിക്കുന്നു. കത്തി. ഭക്ഷണം പാകം ചെയ്യാനായി ഇത് ഉപയോഗിക്കുന്നത്. എന്താ? ആ, ഗ്യാസ് അടുപ്പ്. കറികൾ വിളമ്പാനായി ഇത് ഉപയോഗിക്കുന്നേ. എന്താ? തവി. ഇതോ തേങ്ങ ചിരകാനാ ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ പറയാ? ചിരവ. മക്കളെ, ദാ നോക്ക്. കുഞ്ഞിക്കോഴിയെ താരയുടെ വീട്ടിൽ പോയപ്പോ കണ്ട കുറച്ച് സാധനങ്ങളാണ്. ഇതിലുള്ള അടുക്കള ഉപകരണങ്ങൾ കണ്ടെത്തി പറയൂ. മക്കളെ, നിങ്ങളെ അടുക്കള ഉപകരണങ്ങളുടെ ചിത്രങ്ങൾ ശേഖരിച്ച് നമ്മുടെ നോട്ട് പുസ്തകത്തിൽ ഒട്ടിച്ചു വെക്കണേ. ടീച്ചറെ ഒരു ദിവസം വരും നിങ്ങളുടെ നോട്ട് പുസ്തകം കാണാൻ. അപ്പോൾ എല്ലാവരും ചെയ്യില്ലേ?